നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2-3 അടയാളങ്ങളൂടെ ഞാൻ പറയാം. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യത്തബിഉ ദജ്ജാല, ദജ്ജാലിനെ പിന്തുടരുന്നതാണ് മിൻ യഹൂദി ഇസ്ഫഹാൻ, ഇസ്ഫഹാനിലെ ജൂതന്മാരിൽ നിന്ന് 70,000 ആളുകൾ ദജ്ജാലിനെ പിന്തുടരുന്നതാണ്. അലൈഹിമുത്തയാലിസ, അവരുടെ വേഷം എന്താണ്? ഒരു മേൽത്തട്ടമിട്ടവരാണ്. മേൽത്തട്ടം എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടെടുത്ത തലയ്ക്ക് ഇങ്ങനെ 2 സൈഡിലോട്ടും ചായച്ചിടുക, തട്ടമിട്ട് നടക്കുക. ആ തട്ടമിട്ട് നടക്കുന്ന 70,000 ജൂതന്മാർ ദജ്ജാലിനെ പിൻപറ്റുന്നതാണ്. അതാ തയാലിസത്തുൻ മിനൽ ലിബാസി, അതൊരു തരം വസ്ത്രമാണ്. യുൽബസു അലർ റഅസി, തലയുടെ മേലെ ഇടുന്നതാണ്. വയുസ്ദലു അലാ ബഖിയത്തിൽ ബദനി, 2 ഭാഗത്തേക്കും ഇങ്ങനെ തൂക്കിയിടുന്നതാണ്. വമുഫ്രദുഹു തൈലസാൻ, അഥവാ നമ്മുടെ വെള്ളിയാഴ്ച ഖത്തീബ് സുന്നത്തായിട്ടും തൈലസാൻ ഇടണം. തലപ്പാവിന്റെ മേലെ കൂടി ഒരു തട്ടമെടുത്തിങ്ങനെ ഇടണം. ഇന്ന് ചില ആളുകൾ ഇതൊരു പരിഷ്കാരമായി തലപ്പാവിനെ മാറ്റിവെച്ച് തട്ടമിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഈ ഹദീസ് വായിച്ചെന്ന് പറയുകയല്ലാതെ ആരെയും ഒന്നും പറയാൻ ഞാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജൂതന്മാരുടെ, ദജ്ജാലിനെ പിൻപറ്റുന്ന ജൂതന്മാരുടെ ലക്ഷണത്തിൽ എണ്ണിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ഉറൈഫി അദ്ദേഹത്തിന്റെ അന്ത്യനാടിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഫോട്ടോ അടക്കം കൊടുത്ത് 253 പേജിൽ നിഹായത്തുൽ ആലം എന്ന ഗ്രന്ഥത്തിന്റെ അശ്റാത്തു സാഅത്തിൽ സുഗ്റാ വൽ കുബ്രാ എന്ന ഗ്രന്ഥം സചിത്രമായി ഖിയാമത്ത് നാളിനെ വിശദീകരിക്കുന്നതാണ്. ഇതിന്റെ 253 പേജിൽ ആ തട്ടത്തിന്റെ ഫോട്ടോ അടക്കം കൊടുക്കുന്നത് കാണാം. ഇന്ന് ചില ആളുകൾ, ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതിട്ട് പോകും എന്ന് വിചാരിച്ച് തട്ടട്ടോരെ ആരും ജൂതാനൊന്നും വിളിക്കരുതിട്ടോ. അത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ അറിയാതെ അത്തരം സംസ്കാരത്തിലേക്ക് പോകാൻ പാടില്ല. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ വീഴാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് ഇറാനിന്റെ ഫോട്ടോയും ആ ഇടുന്ന തട്ടത്തിന്റെ ചിത്രവും ഇതാ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഉറൈഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ ഈ പേജ് അതിൽ കോപ്പി ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ആളുകൾ പല സംസ്കാരത്തിലേക്കും പോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലതത്തബിഅന്ന സനലല്ലദീന മിൻ ഖബ്ലികും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്, മുഴത്തോട് മുഴം ചാണോട് ചാൺ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പിൻപറ്റുന്ന ഒരു ജനത വരും. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ചില ആളുകൾ തലപ്പാവ് തട്ടിക്കളഞ്ഞിട്ടാണ് തലപ്പാവിനെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം വേഷത്തിലേക്ക് മാറുന്ന ആളുകളുണ്ട്. അങ്ങനെ അതിൽ പെട്ടുപോകാൻ പാടില്ല. മുത്തഅല്ലിമീങ്ങളോട് പ്രത്യേകം പറയുകയാണ്, വേണ്ടുന്നതാ പുരുഷന് തലയിൽ കെട്ട്, അവനത് കിരീടം എന്നലിയെ തൊട്ട്, കെട്ടുന്നതും നിന്നിട്ട് തന്നാകേണ്ടതാ, ഇരുന്നിട്ട് ചെയ്തുനാലി കെട്ടാത്തതാ, നബിക്കുള്ള തൃക്കൈ കൊണ്ട് തലയിൽ കെട്ട്, കെട്ടിക്കൊടുത്തിട്ടലിയ ഖൈബറിൽ വിട്ട്, അതിനാലെ ഫത്ഹുണ്ടായതും അറിവുള്ളതാ, തബറാനി തന്നെ റിവായത്തും ഇത് ചെയ്തതാ. ഇതുപോലെ തുഹഫയിലുണ്ട് 2-ാം ഭാഗമിൽ 475 പേജ് അവസാനമിൽ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തലപ്പാവിന് നൽകിയ മഹത്വവും അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള ബഹുമാനവുമെല്ലാം ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് അവിടുത്തെ മവാഹിബിൽ. പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളത് വായിച്ചു നോക്കണം.
നമ്മുടെ ജീവിതത്തിൽ അത്തരം നല്ല നല്ല ചര്യകളാണ് വരേണ്ടത്. ഏതെങ്കിലും ചില പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോയി സുന്നത്തിനെ മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ മറക്കാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മുന്നറിയിപ്പ് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടെ ഇതറിയണേ. അനസ് ബിൻ മാലിക് തങ്ങളിൽ നിന്നുള്ള നിവേദനമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. റഹിമഹുമുല്ലാഹ്. നബി